അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഉദ്ഹിയ്യത്തിൻ്റെ ഏതാനും ചില മസ്അലകൾ, കാര്യങ്ങൾ വേഗത്തിൽ ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് സൂചിപ്പിച്ചു പോട്ടെ. ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഖുതുബയിലും ഒക്കെ കേൾക്കും. അഥവാ ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പകലുകളിൽ ഏറ്റവും പ്രത്യേകതയുള്ള പകലുകളാണ് 10 ദിനരാത്രങ്ങൾ. പകലുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ പ്രത്യേകതയുള്ള പകലുകളാണ് ഈ പറഞ്ഞ വരാനിരിക്കുന്ന 10 പകലുകൾ. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നതിനേക്കാൾ, അഥവാ മരണപ്പെടാതെ തിരിച്ച് മടങ്ങുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ആ ദിവസങ്ങളിൽ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. ഫസല്ലി ലിറബ്ബിക വൻഹർ. അള്ളാഹു നിസ്കാരത്തിൻ്റെ കൂടെ ചേർത്തു പറഞ്ഞു, നീ നിൻ്റെ റബ്ബിനു വേണ്ടി നിസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു ഇത് പറഞ്ഞത്. ബലി, അറവ് എന്നത് അള്ളാഹുവിന് വേണ്ടി ഒരു മുസ്ലിം നിർവഹിക്കുന്ന ഇബാദത്താണ്. അള്ളാഹുവിന് വേണ്ടി മാത്രമേ അറുക്കാൻ പാടുള്ളൂ. വേറൊരാളുടെ പേരിലും അറുക്കാൻ പാടില്ല. അത് നമ്മുടെ ഇബാദത്തായിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. റബ്ബിനുള്ള ഇബാദത്താണ്. രക്തക്കൊതി കൊണ്ടോ രക്തം കണ്ട് അറപ്പ് തീരാഞ്ഞിട്ടോ അല്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ അള്ളാഹു നിശ്ചയിച്ച യുക്തിയുണ്ട്. അങ്ങനെ മൃഗത്തെ ബലി നൽകി അതിൻ്റെ പിന്നിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ലക്ഷ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് അവസാനത്തിൽ സൂചിപ്പിക്കും. ഉദ്ഹിയ്യത്ത് എന്നത് മുമ്പ് കഴിഞ്ഞ സമുദായങ്ങൾക്കും ഈ പറഞ്ഞ ബലി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആടുമാട്, ഒട്ടകങ്ങൾ, ഇതാണ് കന്നുകാലികളായി അള്ളാഹു അറവിന് നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം മദീനയിൽ ജീവിച്ചിരുന്നു. ആ 10 വർഷവും അവിടുന്ന് ഉദ്ഹിയ്യത്ത് നിർവഹിച്ചിരുന്നു എന്ന് കാണാം. ദഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി അഖ്റനൈൻ ദബഹഹുമാ ബിയദിഹി വസമ്മ വകബ്ബർ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൊമ്പുകളുള്ള, വെളുപ്പും കറുപ്പും നിറമുള്ള 2 ആൺ ആടുകളെ അറുക്കുകയുണ്ടായി. അവിടുത്തെ കരം കൊണ്ട് അവിടുന്ന് ബിസ്മി പറയുകയും തക്ബീർ ചൊല്ലുകയും ചെയ്തു. വവളഅ റിജ്ലഹു അലാ സിഫാഹിഹിമ. അറുക്കുമ്പോൾ അതിനെ ചെരിച്ചു കടത്തി അതിൻ്റെ പിരടിയിൽ അവിടുത്തെ പാദം ഉറപ്പിക്കുകയും ചെയ്തു എന്നു കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി 10 സിനീന യുദഹി കുല്ല സന. 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ താമസിച്ചിരുന്നു. 10 വർഷവും അവിടുന്ന് ഉദ്ഹിയ്യത്ത് നിർവഹിച്ചിരുന്നു. സഹോദരങ്ങളെ, ഉദ്ഹിയ്യത്തിൻ്റെ വിധി മുഅക്കദായ സുന്നത്താണ്. പണ്ഡിതന്മാർ പറഞ്ഞു, കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായി തീരും എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഹദീസാണ് തെളിവുദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു സഅതുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. ആർക്കെങ്കിലും അറുക്കാൻ അവസരമുണ്ട്, സാമ്പത്തികമായി ശേഷിയുണ്ട്, എന്നിട്ട് അവൻ അറുക്കാതെ ഇരുന്നാൽ നമ്മുടെ മുസല്ലയിലേക്ക് അവൻ അടുത്തു പോകരുത്. അപ്പം അറുക്കാൻ ശേഷിയുണ്ടായിട്ട് അറുക്കാതിരിക്കുക എന്നുള്ളത് വലിയ അപരാധമാണ്. അത് നിർബന്ധ കാര്യമാണ്, നിർബന്ധമായി തീരും എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? അവിടുത്തെ അവസ്ഥ ഭാര്യമാർ പറഞ്ഞിട്ടുണ്ട്. 3 ദിവസം തുടർച്ചയായി അവിടുത്തെ വീട്ടിൽ അടുപ്പ് കത്തിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജീവിച്ച നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷവും ഉദ്ഹിയ്യത്ത് അറുത്തിരുന്നു എന്നാണ്. ഹജ്ജത്തുൽ വദാഇൽ അവിടുന്ന് 100 ഒട്ടകങ്ങളെ അറുത്തിരുന്നു എന്നാണ്. 63 എണ്ണം അവിടുത്തെ കരങ്ങൾ കൊണ്ട് അവിടുന്ന് അറുക്കുകയും ബാക്കി 37 എണ്ണം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് കാണാം. അത് അവിടുന്ന് ജീവിച്ചത് 63 വർഷങ്ങളാണ്. ആ 63 വർഷത്തിനും എന്ന പോലെ
63 ഒട്ടകങ്ങളെ അവിടുത്തെ കരം കൊണ്ടറുത്തു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ സാമ്പത്തിക ശേഷിയുള്ളവർ ഒരിക്കലും ഇത് അവഗണിക്കരുത്. കുറേ പൈസയുള്ള ആളുകൾക്ക് പറഞ്ഞതല്ല, അത് അവർക്ക് മാത്രം പറഞ്ഞതല്ല, മറിച്ച് നമ്മൾ അതല്ലാത്ത പല കാര്യത്തിലും പണം ചിലവഴിക്കാറുണ്ടല്ലോ. നമ്മുടെ സാമ്പത്തിക സ്ഥിതി പോലെ നമ്മളത് നിർവഹിക്കേണ്ടതാണ്. മൃഗങ്ങൾ നമുക്കറിയാം, അതിന് ശരഈയായി പ്രായം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഒട്ടകമാണെങ്കിൽ, നാട്ടിൽ ഒട്ടകമില്ല, ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയാവണം. മാടുവർഗമാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാവണം. ആടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാവണം. അതിൽ കോലാടാണെങ്കിൽ, സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആടാണെങ്കിൽ 1 വയസ്സ്. ചെമ്പരി ആടാണെങ്കിൽ അഥവാ രോമമുള്ള അതാണെങ്കിൽ 6 മാസം പൂർത്തിയായാൽ മതി എന്നും അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. അതാണ് വയസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദ്ഹിയ്യത്തിൻ്റെ സമയമെന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് ആരംഭിക്കുക. അയ്യാമു തശ്രീഖ് അഥവാ ദുൽഹിജ്ജ 11, 12, 13 സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുന്നേ വരെയുള്ള സമയം അറവ് നിർവഹിക്കാം. അതാണ് സമയം. അതിൻ്റെ മുന്നേ അറുക്കാൻ പാടില്ല, അതിന് ശേഷം അറുത്താൽ ഉദ്ഹിയ്യത്താവുകയില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്വഹാബി അബൂ ബുർദ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് മുന്നേ അറുത്തു. അവിടുന്ന് പറഞ്ഞു, ഷാത്തുക ഷാത്തു ലഹ്മിൻ, നിൻ്റെ ആട് എന്നത് ഒരു മാംസം മാത്രമാണ്, ഉദ്ഹിയ്യത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞതായി കാണാം. അപ്പോൾ സമയം പരിഗണിക്കണം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉദ്ഹിയ്യത്തിൽ ആടാണെങ്കിൽ പങ്കാളിത്തമില്ല, ഒരാൾ ഒരാടിനെ അറുക്കണം. ആടിൽ ഷെയർ ഇല്ല. എന്നാൽ മാടുവർഗമാണെങ്കിൽ ഒരാൾക്ക് ഒന്നിനെ അറുക്കാം, 2 ആൾക്ക് ഒന്നിനെ അറുക്കാം, 3 ആൾക്ക് ഒന്നിനെ അറുക്കാം, 7 വരെ പോവാം. 7 ആൾ കൂടി ഒരു മൃഗത്തെ അറുക്കാം. ആടിൽ ഷെയർ ഇല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മൃഗവുമായി ബന്ധപ്പെട്ട് ന്യൂനതകളിൽ നിന്ന് മുക്തമായിരിക്കണം. പ്രത്യേകിച്ച് ഹദീസിൽ വന്ന ന്യൂനതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജൂസു മിനൽ ളഹായ, ഉദ്ഹിയ്യത്തിന് പാടില്ല, അൽ ഔറാഉ അൽ ബയ്യിനു അവറുഹ, ഒരു കണ്ണ് പൊട്ടിപ്പോയ, വ്യക്തമായി അന്ധത ഉണ്ട് എന്ന് മനസ്സിലാവുന്ന ആട് അല്ലെങ്കിൽ മൃഗം പാടില്ല. വ്യക്തമായി ന്യൂനത കാണുന്ന, ഒരു കണ്ണ് പൊട്ടിയിട്ടുണ്ട്, കാഴ്ചയില്ല എന്ന് ബോധ്യപ്പെടുന്ന, മനസ്സിലാവുന്ന രൂപത്തിലാണെങ്കിൽ അതിനെ ഉദ്ഹിയ്യത്തിന് പറ്റൂല. വൽ അർജാഉ അൽ ബയ്യിനു അറജുഹ, മുടന്തുള്ള, വ്യക്തമായി മുടന്തുണ്ട്, അഥവാ അതിന് പണ്ഡിതന്മാർ പറഞ്ഞു, അതിൻ്റെ കൂടെയുള്ള മൃഗത്തിൻ്റെ കൂടെ അവർ സഞ്ചരിക്കുന്നത് പോലെ നടക്കുന്നത് പോലെ നടക്കാൻ സാധിക്കാതിരുന്നാൽ അതാണ് വ്യക്തമായ മുടന്ത്. അങ്ങനെയുള്ള മുടന്തുള്ള മൃഗത്തെയും ഉദ്ഹിയ്യത്തിന് പറ്റുകയില്ല. വൽ മരീളത്തു അൽ ബയ്യിനു മറളുഹ, വ്യക്തമായി രോഗം പ്രകടമാകുന്ന, അഥവാ രോഗമെന്നാൽ ആട്ടിൻ്റെ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ശാരീരികാവസ്ഥ കണ്ടാൽ ബോധ്യപ്പെടും, ക്ഷീണിച്ച് തളർന്ന് അങ്ങനെ കിടക്കുന്ന, അതുപോലെയുള്ള വ്യക്തമായി രോഗമുണ്ട് എന്ന് മനസ്സിലാകുന്ന മൃഗം ഉദ്ഹിയ്യത്തിന് പാടില്ല. വൽ അജ്ഫ ഉല്ലതി ലാ തുൻഖി, അൽ അജ്ഫ എന്ന് പറഞ്ഞാൽ മജ്ജയില്ലാത്ത, എല്ലുന്തിയതുപോലെയുള്ള, ഉണങ്ങിയ ഇറച്ചിയും മാംസമൊന്നും ഇല്ലാത്ത അതുപോലെയുള്ള മെലിഞ്ഞുണങ്ങിയ മൃഗം, അതും ഉദ്ഹിയ്യത്തിന് പാടില്ല. ഈ പറഞ്ഞ ന്യൂനതകൾ ഉള്ള മൃഗങ്ങളെ തിരഞ്ഞെടുക്കാൻ പാടില്ല, ഉദ്ഹിയ്യത്തിന് പാടില്ല. അതിൻ്റെ മുകളിലാണെങ്കിൽ ഒരിക്കലും പാടില്ല ന്യൂനതകൾ. എന്നാൽ അതിന് താഴെയുള്ള, ചിലപ്പോൾ കൊമ്പ് അതിൻ്റെ ഒരു ഭാഗം ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ടാകും, അങ്ങനെയുള്ള ചെറിയ ന്യൂനതയാണെങ്കിൽ ഇല്ലാതിരിക്കലാണ് ഏറ്റവും നല്ലത്. നല്ല ഭംഗിയുള്ള ഒത്തിണങ്ങിയ മൃഗത്തെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ന്യൂനതകൾ ഒരിക്കലും പാടില്ല, അതിൻ്റെ മുകളിൽ എന്തായാലും പാടില്ല. അപ്പോൾ അത് മൃഗത്തെ വാങ്ങുന്നവരും ഏൽപ്പിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഉദ്ഹിയ്യത്ത് ആരാണ് അറുക്കേണ്ടത്? ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ അറുത്താൽ ആ വീട്ടിലെ എല്ലാവർക്കും അത് മതിയായതാണ്. കുടുംബനാഥൻ്റെ ആ ഒരു അറവ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകൾക്കത് മതിയായതാണ്. ഇനി മക്കൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, അറുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറുക്കാം. ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം ആളുകൾ ഉണ്ടാകും, അപ്പോൾ അവർക്ക് അറുക്കണമെന്ന ആഗ്രഹവുമുണ്ട് എങ്കിൽ ഓരോരുത്തർക്കും അറുക്കാം, കുഴപ്പമില്ല. എന്നാൽ ഒരു വാപ്പ, അദ്ദേഹത്തിൻ്റെ ചിലവിന് കീഴിലുള്ളവർ, അവർക്ക് ഈ വാപ്പാൻ്റെ അറവ് മതിയായതാണ്. അഥവാ ആരൊക്കെയാണോ ചിലവിന് കീഴിലുള്ളത് അവർക്കൊക്കെ ഇതിൻ്റെ പ്രതിഫലം
ലഭിക്കും എന്ന് ചുരുക്കം. ഒരു വീട്ടിൽ ഒരാൾ അറുത്താൽ മതിയായതാണ്, അഥവാ വാപ്പ അറുക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ അത് മതിയായതാണ്. എല്ലാവർക്കും അറുക്കാം. സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ അറുക്കുന്നത് നല്ലതാണ്. ഒരു വലിയ മൃഗത്തെ വാങ്ങി ഇപ്പോൾ 2-3 പേരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ ചെറിയ ആടിനാണ് വാങ്ങി അറക്കാൻ പറ്റുന്നത്, അങ്ങനെ ചെയ്യാം. ഏതായാലും ആ വിഷയത്തിൽ വിശാലതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അറവ് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട മര്യാദ, ദുൽഹിജ്ജ മാസം ഹിലാൽ അഥവാ മാസപ്പിറവി കാണുന്നതിന് മുന്നേ മുടി, നഖം ഇതൊക്കെ നീക്കം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖലത്തിൽ അശ്റു വ അറാദ അഹദുക്കും അൻ യുളഹിയ ഫലാ യമസ്സ മിൻ ശഅരിഹി വ ബശരിഹി ഷൈഅ. നിങ്ങളിൽ ഒരാൾ ഉളഹിയത്ത് അറുക്കാൻ ഉദ്ദേശിച്ചു, അയാൾക്ക് ദുൽഹിജ്ജ അയാളിലേക്ക് സമാഗതമായി എങ്കിൽ പിന്നീട് മുടിയിൽ നിന്നോ തൊലിയിൽ നിന്നോ ഒന്നും തുടരുത്. വേറെ ചില റിവായത്തിൽ അൽഫാരിഹി, നഖം എന്ന് കാണാം. അപ്പം നഖം, മുടി, അതുപോലെ രോമങ്ങൾ തുടങ്ങിയൊന്നും പിന്നീട് നീക്കം ചെയ്യാൻ പാടുള്ളതല്ല. അതൊക്കെ അതിൻ്റെ മുന്നേ ചെയ്യുക. മാസപ്പിറവി കണ്ടാൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ അത് അറവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതൊക്കെ നീക്കം ചെയ്യാൻ പാടുള്ളൂ. ഇത് ആരാണോ അറുക്കാൻ നിയ്യത്താക്കിയത് അവർക്കാണ് ബാധകം. ഒരു വീട്ടിൽ ഉപ്പയാണ് അറുക്കുന്നത്, അല്ലെങ്കിൽ കുടുംബനാഥനാണ്, ചെലവ് ചെയ്യുന്ന ഒരാളാണ് അറുക്കുന്നത്, അദ്ദേഹത്തിനാണ് ഇത് ബാധ്യത ഉള്ളത്. ബാക്കി എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പ്രതിഫലം എല്ലാവർക്കും കിട്ടും. അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? ആരാണോ അറുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരാണ്. അവർ ഈ പറഞ്ഞ രൂപത്തിൽ പിടിച്ചു വെക്കുക, ഒന്നും തൊടാതിരിക്കുക, മുറിക്കാതിരിക്കുക, കട്ട് ചെയ്യാതിരിക്കുക. ഇതാണ് സഹോദരങ്ങളെ ഏതാനും ചില മസ്അലകൾ. നമുക്ക് പലർക്കും അറിയാവുന്നതാണ്, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം, ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക്. അതോടൊപ്പം അവസാനമായി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എന്തിനാണ് അള്ളാഹു അറവ് നിശ്ചയിച്ചത്? അള്ളാഹു തആല നമുക്ക് അറവ് നിശ്ചയിച്ചത്, ഉദ്ഹിയ്യത്ത് അതല്ലെങ്കിൽ അതുപോലെയുള്ള ബലി നിശ്ചയിച്ചത് അള്ളാഹുമായി നമുക്ക് അടുക്കാൻ സാധിക്കുന്ന, അവന് പ്രതിഫലം റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള ഒരു മഹത്തായ ഇബാദത്താണിത്. അതേപോലെ തന്നെ ഈ അറവിലൂടെ അത് ആളുകൾക്ക് സ്വതഖ നൽകാൻ സാധിക്കുന്നു, മറ്റുള്ളവർക്ക് ഭക്ഷണമായി നൽകപ്പെടുന്നു. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിയ്യത്ത് ആ വിഷയത്തിൽ ശരിയാക്കണം, എല്ലാ കാര്യത്തിലും എന്നതുപോലെ. അള്ളാഹു പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ അറവ് മൃഗത്തിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, മറിച്ച് നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അഥവാ നമ്മൾ അറുത്ത അറവ് മൃഗത്തിൻ്റെ രക്തമോ മാംസമോ റബ്ബിന് ആവശ്യമില്ല, റബ്ബിലേക്ക് എത്തുന്നില്ല. മറിച്ച് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് നമ്മുടെ തഖ്വയാണ്, നമ്മുടെ ഉദ്ദേശശുദ്ധിയാണ്. അത് നന്നാക്കാനും അത് ശരിയാക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പരമ്പരാഗതമായി പഴയ പണ്ടും പണ്ടേ ചെയ്യുന്നതാണ്, അതുകൊണ്ട് നമ്മൾ എല്ലാ കൊല്ലവും ചെയ്യുന്നു എന്നല്ല. റബ്ബിന് വേണ്ടിയുള്ള ഇബാദത്താണിത്. അതല്ലെങ്കിൽ ആളുകൾ കാണട്ടെ, അല്ലെങ്കിൽ പ്രശംസിക്കട്ടെ, ആളുകൾ വരുമ്പോൾ കൊടുക്കണ്ടേ, ഒന്നല്ല. അള്ളാഹുവിന് വേണ്ടി എല്ലാ കാര്യത്തിലും നമ്മുടെ നിയ്യത്ത് നന്നാക്കണം എന്നതുപോലെ ഈ കാര്യത്തിലും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ ഇബാദത്തുകളും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.